നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടി സംഘടനാ സംവിധാനം ശക്തമാക്കാൻ കോൺഗ്രസ്. കെപിസിസിയിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലും നേതൃമാറ്റം ഉണ്ടാകും. കെപിസിസി അടിമുടി പുനഃസംഘടിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. സണ്ണി ജോസഫ് മന്ത്രിയായ സാഹചര്യത്തിൽ പകരക്കാരായി ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാറിനെയും മാറ്റും. പകരം ബിനു ചുള്ളിയിൽ, VP അബ്ദുൾ റഷീദ്, KM അഭിജിത്ത് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. റോഷിപാൽ വിവരങ്ങൾ നൽകാനുണ്ട്. റോഷി, അപ്പോൾ KPCC അധ്യക്ഷൻ പുതിയ ആൾ വരണം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പുതിയ ആൾ വരണം. അപ്പോൾ സാമുദായിക പരിഗണനകൾ നോക്കണം, ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കണം. അപ്പോൾ ആർക്കാണ് കൂടുതൽ മുൻഗണന? ഷിഹാസ്, ശ്രുതി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നാണ് KPC അധ്യക്ഷൻ. നിലവിൽ സണ്ണി ജോസഫ് റവന്യൂ മന്ത്രിയായ സാഹചര്യത്തിൽ ദൈനംദിനമായ പാർട്ടിയുടെ പരിപാടികൾ അദ്ദേഹത്തിന് ചുമതല നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇപ്പോഴും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ തന്നെയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ. അവിടെ എങ്ങനെ ഒരു വാദം പക്ഷേ കേരളത്തിൽ ഉയരുന്നില്ല എന്നതാണ് പ്രധാനം. സണ്ണി ജോസഫ് പദവി ഒഴിയാൻ നേരത്തെ തന്നെ സന്നദ്ധത അത് ACC അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷൊപ്പം ജോസഫ് വാഴക്കൻ, ഈ 3 പേരുകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. അതിൽ 3-ൽ ഒരാൾ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി VD സതീശന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ടായിരിക്കും. ആ നിലപാട് നിർണായകവുമായിരിക്കും. കാരണം പാർട്ടിയും സർക്കാരും 2 നിലപാടുമായി മുന്നോട്ട് പോയാൽ ഭരണം പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബെന്നി ബെഹനാന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം നേരത്തെ UDFന്റെ കൺവീനർ കൂടിയായിരുന്നു ബെന്നി ബെഹനാൻ. ഒരുപക്ഷെ ബെന്നി ബെഹനാൻ അവസരം ലഭിക്കും. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് കുമാറും മന്ത്രിയാണ്. അവിടെ പകരം എത്താൻ സാധ്യത ഒന്നുകിൽ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, അല്ലെങ്കിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച VP അബ്ദുൾ റഷീദ്, അതുമല്ലെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ KM അഭിജിത്താണ്. KM അഭിജിത്ത് നാദാപുരത്ത് നിന്നുള്ള MLA ആണ്. നിലവിൽ 2 ദേശീയ സെക്രട്ടറിമാർ കേരളത്തിൽ നിന്നാണ്. ഒന്ന് അബിൻ വർക്കിയാണ്, രണ്ടാമത്തേത് KM അഭിജിത്ത്. ഏതായാലും VP അബ്ദുൾ റഷീദിനെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കാരണം തളിപ്പറമ്പിൽ കഴിഞ്ഞ 5 വർഷം അവിടെ പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ നിന്നും പിന്നീട് അവസാന ഘട്ടത്തിൽ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകാതെ ധർമ്മടത്തേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ അന്ന് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഗ്രൂപ്പൊക്കെ മറന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ നൽകിയ വാക്ക് വളരെ കൃത്യമായ ഒരു പരിഗണന അബ്ദുൾ റഷീദിന് നൽകുമെന്നാണ്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ചർച്ചയായ ഒരു സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും കൂടുതൽ മുൾമുനയിൽ പിണറായി വിജയനെ നിർത്തിയത്, LDFന് നിർത്തിയത് VP അബ്ദുൾ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വം കൂടിയായിരുന്നു. അവിടെ ഏതാണ്ട് 6 റൗണ്ട് വരെ മുന്നിൽ നിൽക്കാൻ VP അബ്ദുൾ റഷീദിന് സാധിച്ച സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അബ്ദുൾ റഷീദിനെ പരിഗണിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നു. സമാനമായി ബിനു ചുള്ളിയിൽ അത് സ്വാഭാവിക പരിഗണന ലഭിക്കണം. കാരണം വർക്കിംഗ് പ്രസിഡന്റാണ് എന്ന ആവശ്യം കൂടി ശക്തമാണ്.